ഇപ്പോൾ റോഷി പാൽ കൂടി നമുക്കൊപ്പമുണ്ട്. റോഷി, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇരുവരെയും സംരക്ഷിച്ചു പിടിച്ചവർ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളിപ്പറയുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവസരം കിട്ടിയപ്പോൾ പല നേതാക്കളും ഇതിനിടയിൽ പല പ്രതികരണങ്ങളും നടത്തുന്നുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. ജിൻഡോയുടെ പോസ്റ്റ് കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. ജിൻഡോ ജോണൊക്കെ പറയുന്നത് ഇതിൽ കളയെ പറിച്ചു മാറ്റുന്നതാണ് നല്ലത്, മുഴുവൻ കാടടച്ചു വിടുവിക്കുന്നതിനേക്കാൾ എന്ന രീതിയിലാണ് ഇപ്പോൾ ജിൻഡോ ജോൺ അടക്കമുള്ളവർ പ്രതികരിച്ചിരിക്കുന്നത്, അല്ലേ റോഷി? നേരത്തെ സ്നേഹയുടെ പ്രതികരണം കണ്ടു. അത് ആർജവുമുള്ള ഒരു പ്രതികരണമായിരുന്നു. അത് സംഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് സ്നേഹ നടത്തിയ പ്രതികരണമാണ്. ആ പ്രതികരണത്തിൽ എല്ലാം ഉണ്ട്. കാരണം ഇങ്ങനെയൊരു നേതാവിന്റെ കീഴിൽ ഈ സംഘടന പോകുമ്പോൾ അതിലെ പെൺകുട്ടികൾ നേരിടുന്ന അപമാനം അത് പ്രധാനപ്പെട്ടതാണ് എന്ന് സ്നേഹ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രസിഡന്റ് തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണം, നിയമ നടപടി സ്വീകരിക്കണം എന്നാണ് സ്നേഹ പറയുന്നത്. ഇപ്പോൾ ജിൻഡോ ജോൺ ഇപ്പോൾ ഒരു തുറന്ന പോസ്റ്റ് ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാർട്ടിയിൽ പടയൊരുക്കമാണോ റോഷി പാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ? അരുൺകുമാർ, കോൺഗ്രസിനകത്ത് പടയൊരുക്കം തുടങ്ങി. കോൺഗ്രസിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലപാടുള്ള അമർഷം അത് പുകയുകയാണ്, അത് പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ്. കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ പ്രതിരോധത്തിലായിരിക്കുന്നു. കൃത്യമായി ഈ വിവാദങ്ങളിൽ പ്രതികരിക്കാൻ പോലും നേതാക്കൾക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് നിശ്ചയിച്ച വാർത്താ സമ്മേളനം പോലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവസാന ഘട്ടത്തിൽ ഉപേക്ഷിക്കേണ്ടി വന്നത്. ഇന്നലെ KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ള പ്രധാന നേതാക്കൾ അവർ പ്രതികരിക്കാതിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് വ്യക്തമല്ല. ഏതായാലും കോൺഗ്രസ് നേതൃത്വം, ദേശീയ നേതൃത്വം, ഹൈക്കമാൻഡ് തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടു കഴിഞ്ഞു. കാരണം അത്രയേറെ പരാതികൾ ഹൈക്കമാൻഡ് മുന്നിൽ എത്തിക്കഴിഞ്ഞു. പലതിലും തെളിവുകൾ ഉണ്ടെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും കോൺഗ്രസിനകത്ത് യുവാക്കളായ നേതാക്കൾ, യുവാക്കളായ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നവരൊക്കെ രൂക്ഷമായ രീതിയിൽ പ്രതികരിച്ചു തുടങ്ങി. അവർ പരസ്യമായ പ്രതികരണത്തിലേക്ക് പോകുന്നു. സ്നേഹ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വാട്സപ്പ് ഗ്രൂപ്പിൽ, ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിലാണ് പ്രതികരിച്ചെങ്കിൽ ജിൻഡോ ഇപ്പോൾ അത് പരസ്യ പ്രതികരണമായി സാമൂഹ്യ മാധ്യമത്തിൽ തന്റെ നിലപാട് അറിയിക്കുന്നു. ഇനി കൂടുതൽ നേതാക്കൾ പരസ്യ പ്രതികരണത്തിലേക്ക് വരുമെന്ന് തന്നെയാണ് കണക്ക് കൂടുന്നത്. അത് കോൺഗ്രസിനെ കൂടുതൽ വെട്ടിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്രയും പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയണം എന്ന നിർദ്ദേശം നൽകുന്നത്. മാത്രവുമല്ല, അവിടം കൊണ്ട് അവസാനിക്കാൻ സാധ്യതയില്ല. ഇത് സംബന്ധിച്ച അന്വേഷണത്തിന് ഒരുപക്ഷെ ഒരു കമ്മിറ്റിയെ വെക്കാനുള്ള സാധ്യതയുമുണ്ട്. അത് KPCC ആകാം ഒരുപക്ഷെ ഈ കമ്മിറ്റിയെ വെക്കുന്നത്. കാരണം ഇനിയും ആരോപണങ്ങൾ വരാനുള്ള സാധ്യത, ഇനി ഏതെങ്കിലും തരത്തിൽ പെൺകുട്ടികൾ നിയമ പോരാട്ടത്തിലേക്ക് കടക്കുകയാണെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ നടപടി എടുക്കേണ്ടതുണ്ടോ എന്നടക്കം പരിശോധിക്കേണ്ടി വരും. അത്രയേറെ പരാതികൾ അത് പാർട്ടിക്കകത്തുനിന്നും പുറത്തു നിന്നും പാർട്ടി സംസ്ഥാന ദേശീയ നേതൃത്വത്തിന് ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പൂർണ്ണമായും ഇപ്പോൾ പ്രതിരോധത്തിലാണ് കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ. അരുൺകുമാർ, വളരെ ശക്തമായ പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനുള്ളിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവുന്നു. യൂത്ത് കോൺഗ്രസിനുള്ളിൽ തന്നെ അഭിപ്രായം. നേരത്തെ റിഫിലടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായും നേതാക്കൾക്കത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമരപരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് പ്രവർത്തകരുടെ മനോവീര്യം കെടുത്തും രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർന്നാൽ. റോഷി, മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് തുടർന്നാൽ പാർട്ടി സംഘടന, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയമാണ്, വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ നടത്തുന്ന വലിയ പ്രതിഷേധത്തിന് വലിയ പിന്തുണ കിട്ടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. അവിടെ യൂത്ത് കോൺഗ്രസിന് ശ്രദ്ധേയമായ സമരങ്ങൾ വരാൻ പോകുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിൽ നിന്ന് നയിച്ചാൽ അതിൻ്റെ ശോഭ പോകും, അതിൻ്റെ മൂർച്ച പോകും എന്നതറിയാം. അതുകൊണ്ട് DCCയുടെ പുനഃസംഘടന വരെ കാത്തിരിക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്, അല്ലേ? അരുൺകുമാർ, അങ്ങനെ തന്നെയാണ്. നേരത്തെ ദേശീയ നേതൃത്വം എടുത്ത തീരുമാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാറ്റണം. അത് സംഘടനാ പ്രവർത്തനം സുഗമമാക്കാൻ വേണ്ടിയായിരുന്നു. യൂത്ത് കോൺഗ്രസ് നിർജ്ജീവമായ സാഹചര്യത്തിൽ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാനിരുന്നത്. അത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പുനഃസംഘടന പൂർത്തിയായിട്ടാണ്. പക്ഷേ ഇപ്പോൾ സാഹചര്യം അങ്ങനെയല്ല. പൂർണ്ണമായും പ്രതിരോധത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. മാത്രവുമല്ല, അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നത്. മാത്രവുമല്ല, അതിൽ ഈ നിമിഷം വരെ രാഹുലിന് മറുപടി പറയാൻ പോലും, അതിന് വിശദീകരണം നൽകാൻ പോലും സാധിക്കുന്നില്ല. അത് പാർട്ടി ഫോറത്തിൽ പോലും വിശദീകരണം നൽകാൻ പറ്റാത്ത രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധത്തിലായ സാഹചര്യമുണ്ട്. ഇത് പാർട്ടിക്ക് വലിയ രീതിയിൽ അപഖ്യാതി ഉണ്ടാക്കും എന്ന വിലയിരുത്തലാണ്. നേതൃത്വം ഒന്നാകെ അമർഷത്തിലാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചു വരാൻ പറ്റുമെന്ന ആത്മവിശ്വാസത്തിൽ നേതാക്കൾ ഒന്നാകെ ഗൃഹസന്ദർശനമടക്കമുള്ള വലിയ പരിപാടികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് എല്ലാം പൊളിയുന്ന രീതിയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ സമ്മർദ്ദം എത്രയും പെട്ടെന്ന്
നടപടിയിലേക്ക് പോവുക എന്ന രീതിയിലേക്ക് സംസ്ഥാന ദേശീയ നേതൃത്വത്തിന് മേൽ സമ്മർദ്ദം എത്തുന്നത്. മാത്രമല്ല വനിതാ നേതാക്കളൊക്കെ അതിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് വനിതാ നേതാക്കളും സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി എപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിയും എന്ന് മാത്രമാണ് അറിയേണ്ടത്. ഏതായാലും ഇനി കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കണമെങ്കിൽ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ പദവി ഒഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കാം. കാരണം എന്നാൽ മാത്രമേ അവർക്ക് എന്ത് നിലപാട് പാർട്ടി സ്വീകരിച്ചു എന്നത്, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് പാർട്ടി സ്വീകരിച്ചു എന്ന് പറയാൻ കഴിയും. അല്ലെങ്കിൽ ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കും. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും. ഏതായാലും ഈ പെൺകുട്ടികളുടെ വെളിപ്പെടുത്തലുകളും മറ്റാരോപണങ്ങളും അടുത്ത തെരഞ്ഞെടുപ്പുകളിലൊക്കെ LDF-ഉം BJP-യും ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇനി പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മത്സരിക്കാൻ പോലും അവസരം ലഭിക്കുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. അരുൺകുമാർ. ഇപ്പോൾ